അടിമുടി ഉലച്ചു കളയുന്ന, ചവിട്ടി നിൽക്കുന്ന ഇടങ്ങളെ അടിമുടി മാറ്റുന്ന എന്തോന്ന്? അതാണ് പെന്തക്കോസ്ത. കുറേ പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഭൂമി ഉലുക്കുണ്ടായെന്ന് പറയുക. ചവിട്ടി നിൽക്കുന്ന മണ്ണ് മാറിപ്പോന്ന് വിളിക്കുന്ന വാക്കാണ് ഭൂമി ഉലുക്കം. അതിൻ്റെ അർത്ഥം വളരെ സ്റ്റഡിയായിട്ടുള്ള സ്ലോ ആയിട്ടുള്ള മാറ്റമൊന്നുമല്ല, സഡൻ ട്രാൻസ്ഫോർമേഷൻ. ജീവിതത്തിനകത്ത് ചിലപ്പോൾ ചില നിമിഷങ്ങളുണ്ട്, വല്ലാത്ത അടിമുടി നമ്മൾ മാറുന്ന അവസ്ഥയുണ്ട്. അല്ലാതെ വളരെ സ്വാഭാവികമായിട്ടും സാധാരണയും അല്ലെങ്കിൽ ധാർമ്മിക മാനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന എത്തിക്കലായിട്ടുള്ള മാറ്റങ്ങളൊന്നുമല്ല. ഈ അടിമുടി മാറ്റം, ആ അടിമുടി മാറ്റത്തിന് ശേഷം ആ ചെറുപ്പക്കാർക്ക്, അവനിലേക്ക് എത്തിയ ഭീരുക്കളെന്നൊക്കെ കരുതപ്പെട്ട പാവപ്പെട്ടവരായ ആ ചെറുപ്പക്കാർക്ക് എന്ത് സംഭവിച്ചു? അത് വാസ്തവത്തിൽ ഏതൊരാൾക്കും കാക്ഷിക്കാവുന്ന ഒന്നാണ്. നമുക്കറിയാം, ഭീരുക്കളായിരുന്ന മനുഷ്യരായിരുന്നു ഇവർ. ഉയർപ്പിന് ശേഷം അവരൊരിക്കലും പുറത്ത് കണ്ടിട്ടില്ല. വളരെ കൃത്യമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്, എപ്പോഴൊക്കെ യേശു പ്രത്യക്ഷപ്പെട്ടോ അപ്പോഴൊക്കെ അവരിങ്ങനെ അടച്ചിട്ട മുറിക്കകത്തിരിക്കുകയായിരുന്നു. ഇങ്ങനെ വല്ലാതെ ഭയം, വല്ലാതെ ഫോബിയായിപ്പെട്ടു പോയ മനുഷ്യരാണ്. പുറംലോകത്തെ ഭയമാണ്. ഏറ്റവും വലിയ വെളിച്ചത്തെ പോലും കെടുത്താൻ കരുത്തുള്ള തിന്മ പുറത്ത് നിൽക്കുമ്പോൾ ചെറിയ മനുഷ്യരായ തങ്ങൾക്ക് അതിനെ അഭിമുഖീകരിക്കാനോ അതിജീവിക്കാനോ ബലമില്ലെന്ന് കരുതി ഒളിച്ചിരുന്ന മനുഷ്യരാണ്. അത്തരം മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒരു കാറ്റ് വീശിയ അവരുടെ ശിരസിന് മീതെ ഒരു തിരുനാളം എഴുതി നിന്നു. വെറുതെ ഒന്ന് കണ്ണുപൂട്ടി ആ ഒരു ഭാവന കൊണ്ടുവന്നാൽ നല്ലതാണ്. ശിരസിന് മുകളിൽ ഒരു തിരുനാളം നിൽക്കുന്നു. ഓരോരുത്തരുടെയും, കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെയും എൻ്റെ മീതെയും ഒക്കെ ഒരു തിരുനാളം ഉണ്ടാകുന്നു. ആ സെക്കൻഡ് പെട്ടെന്ന് നമ്മുടെ ജീവിതം ഒരു മെഴുതിരി കണക്കാവുകയാണ്. ശിരസിൽ തിരുനാളങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജീവിതത്തെ വിളിക്കേണ്ട വാക്ക് ഒരു മെഴുതിരി ജീവിതം എന്നുള്ള. പതുക്കെ എരിഞ്ഞു പോകുമ്പോഴും വെളിച്ചം കൊടുത്തുകൊണ്ട് ഇല്ലാതെയാവുക. ഇതിനേക്കാൾ അർത്ഥപൂർണമായ എന്തൊരു ജീവിത സങ്കല്പമുണ്ട്? ഒരുപക്ഷെ പഠിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ആ ക്രിസ്ത്യാനിറ്റിയിൽ മെഴുതിരി എങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു അടയാളമായി മാറിയെന്ന്. ക്രിസ്തുവിനെ തന്നെ സിംബലൈസ് ചെയ്യുന്ന ഒരു പ്രാചീന പ്രതീകമായിട്ട് എങ്ങനെ മാറിയെന്ന്. ശിരസിൽ ഇങ്ങനെ തിരുനാളങ്ങളുള്ള മനുഷ്യർ തിരുനാളങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ആ വാക്കിൻ്റെ സൂചന നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടാകും. ആ മരപ്പണിക്കാരൻ കട്ടമരത്തിൽ നിന്ന് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്.